ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. മനോഹരമായ ഒരു നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനായി കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കണ്ണ് ഏകാഗ്രതയോടെ ആരെല്ലാം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവോ അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. നാം ഏകാഗ്രതയോടെ നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നതും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുക. നമ്മ ഈ വചനത്തിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ നാമും ദൈവസന്നിധിയെ സമർപ്പിക്കണം. കർത്താവേ, അതിനുവേണ്ടി എന്നെ നയിക്കണമേ, ആ തീരുമാനത്തിലേക്ക് എന്നെ നയിക്കണമേ. എൻ്റെ കർത്താവേ, ഈ ഭൂമിയിൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചത് പലതും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിലും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു വിശുദ്ധനായി നിന്നുകൊണ്ട് നിന്നെ പ്രസാദിപ്പിക്കണം. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ദൈവമക്കളെ ചാടി എഴുന്നേൽക്കാം. നമുക്ക് ഉണരാം. ദൈവമക്കളെ, നമുക്കൊരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. ഈ കാലഘട്ടത്തിൻ്റെ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ദൈവമക്കളെ, നമുക്ക് അനിവാര്യമായിട്ട് വരേണ്ട കാര്യം എന്താണ്? നാം എല്ലാവരും ഉണരണം. ക്രിസ്തുവിന് വേണ്ടി ഉണരണം. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കണം. ദൈവമക്കളെ, വചനം കേട്ടിട്ട് എഴുന്നേറ്റ് പോകുവാനല്ല, വചനം കേട്ടിട്ട് ആ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചിട്ട് ആ വചനം ദൈവസന്നിധിയിൽ തീരുമാനത്തിലേക്ക് നമുക്ക് നയിക്കണം. ദൈവമക്കളെ, അതിനുവേണ്ടി നമുക്ക് ഉണരാം. ഹല്ലേലൂയ. ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് നാം കൂട്ടായ്മയായിട്ട് ഉണരണം. ദൈവമക്കളെ, ഹല്ലേലൂയ. അത് തന്നെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? യാക്കോബിന് ഉണർവ് വന്നു. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. യാക്കോബ് ഉണർന്നു. ആ കുടുംബത്തിൽ ഒരു വ്യക്തി ഉണർന്നു. ഹല്ലേലൂയ. അവൻ ചാടി എഴുന്നേറ്റു. ജീവിതത്തിലെ ചെറുപ്രായത്തിൽ തന്നെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ്. ഇതാ 10-20 വർഷം കഴിഞ്ഞു. എന്നാൽ നേടേണ്ട ഒന്നും നേടിയില്ല. സമ്പത്ത് നേടി, എല്ലാം നേടി, ഭാര്യമാരെ കിട്ടി, മക്കളെ കിട്ടി, സമ്പത്ത് കിട്ടി, ബഹുസമ്പന്നനായി മാറി യാക്കോബ്. എന്നാൽ ആത്മീകമായിട്ട് യാക്കോബ് ഒന്നും നേടിയില്ല. ആ യാക്കോബ് ഉണർന്നപ്പോൾ യാക്കോബിൻ്റെ ഭാര്യ ഉണർന്നു, മക്കൾ ഉണർന്നു. ഹല്ലേലൂയ. യാക്കോബിന് പുതിയ പേര് ലഭിച്ചു, പുതിയ വാഗ്ദത്തം ലഭിച്ചു, പുതിയ സമർപ്പണം ലഭിച്ചു. ദൈവമക്കളെ, പുതിയ പ്രൊട്ടക്ഷൻ, സംരക്ഷണം ലഭിച്ചു, പുതിയ കുടുംബം ലഭിച്ചു. ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ നാം ഉണർന്നാൽ, നാം ഓരോരുത്തരും ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഉണരും, നമ്മുടെ ദേശം ഉണരും, നമ്മുടെ കൂട്ടായ്മ ഉണരും. ദൈവമക്കളെ, ഇതാ യാക്കോബ് ഉണർന്നു. യാക്കോബ് ചാടി എഴുന്നേറ്റു. യാക്കോബ് തീരുമാനമെടുത്തു, സമർപ്പണമെടുത്തു. ദൈവമക്കളെ, എന്താണ് നമ്മൾ ഈ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഈ യാക്കോബിനെ കുറിച്ചാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലാണ് യാക്കോബും ഏശാവും ജനിക്കുന്നത്, ഇരട്ട പിള്ളേരായിട്ട് ജനിക്കുന്നു. എന്നാൽ ആ 25-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ പരിശോധിക്കുമ്പോൾ ഈ യാക്കോബിനെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ യാക്കോബിൻ്റെ ചുറ്റിപ്പറ്റി കുടുംബത്തെക്കുറിച്ചാണ് ഈ ദൈവവചനത്തിൽ മുഴുവനായിട്ട് നാം കാണുന്നത്.
25 അധ്യായങ്ങൾ, ഇതാ ഈ വേദപുസ്തകത്തിലെ 25 അധ്യായങ്ങൾ ഒരു വ്യക്തിയെയും കുടുംബത്തെയും പരാമർശിക്കുന്ന വചനങ്ങളാണ് നാം കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? മാത്രമല്ല, ഈ യാക്കോബിന് ഏതാണ്ട് 8 പ്രത്യക്ഷതകൾ, ദൈവീക പ്രത്യക്ഷതകൾ ലഭിച്ചു. ഒന്നാമത്തെ പ്രത്യക്ഷത, വാക്യങ്ങൾ വായിക്കേണ്ട സമയ ചുരുക്കം കൊണ്ട് ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 8 പ്രത്യക്ഷതകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആ പ്രത്യക്ഷത കാണുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. രണ്ടാമത്തത് 31-ാം അധ്യായത്തിൽ 2 പ്രത്യക്ഷതകൾ അവിടെ കാണുന്നുണ്ട്. 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 31-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 3 പ്രത്യക്ഷതകൾ. ഇനി അടുത്തത് 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 4-ാമത്തെ പ്രത്യക്ഷത. 5-ാമത്തെ പ്രത്യക്ഷത ഈ 32-ാം അധ്യായത്തിൻ്റെ 24-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പുരുഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പ്രത്യക്ഷത നാം കാണുന്നുണ്ട്. അടുത്ത പ്രത്യക്ഷത 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. 35-ാം അധ്യായത്തിൽ വീണ്ടും ദൈവിക പ്രത്യക്ഷത യാക്കോബിന് അനുഭവപ്പെടുന്നുണ്ട്. 9-ാമത്തെ വാക്യം. ഇതാ 7 പ്രത്യക്ഷതകൾ കഴിഞ്ഞു. 8-ാമത്തെ പ്രത്യക്ഷത 46-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 8 പ്രത്യക്ഷതകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഈ പ്രത്യക്ഷതകൾ 8 പ്രത്യക്ഷത ഒരു വ്യക്തിക്ക് വേണ്ടി നിത്യനായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു 8 തവണ. ദൈവമക്കളെ, ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് റോമാലേഖനം നാം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്യം ദൈവത്തിൻ്റെ ആത്മാവോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. മതി. അവിടെ നാം ഇങ്ങനെ ഒരു വാക്ക് കാണുന്നു, തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. ദൈവമക്കളെ, കാരണം എന്താണ്? വേറെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇതാ യാക്കോബിനെ തേടി ദൈവസ്നേഹം പിറകെ നിൽക്കുകയാണ്. യാക്കോബ് ദൈവത്തെ മറന്നെങ്കിലും, യാക്കോബ് തണുത്തുപോയെങ്കിലും, ഒരു പിന്മാറ്റക്കാരനായി മാറിയെങ്കിലും, അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ഒരു ഭവനത്തിൽ 10-20 വർഷം കാലം ജീവിച്ചെങ്കിലും അവർക്ക് ഒരു ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല യാക്കോബിൽ കൂടി. മക്കൾക്കോ അവൻ്റെ അമ്മായപ്പനോ അല്ലെങ്കിൽ അളിയന്മാർക്കോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ ആർക്കും ഒരു ദൈവത്തെ യാക്കോബിൽ കാണാൻ സാധിച്ചില്ല, ദർശിക്കാൻ സാധിച്ചില്ല. ഈ ഒരു പിന്മാറ്റക്കാരനായി തീർന്നെങ്കിലും അവൻ്റെ പിന്നാലെ നിത്യനായ ദൈവം ഉണ്ടായിരുന്നു. യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബിനെ എങ്ങനെയെങ്കിലും രൂപാന്തരപ്പെടുത്തി ശുദ്ധീകരണം കൊടുത്ത് ഇതാ ഒരു ഗോത്ര തലവനാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്. ആ റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒരു കൊട്ടേഷനാണ്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ പിന്നാലെ നടക്കുകയാണ്. യാക്കോബിൻ്റെ പിന്നാലെ എങ്ങനെയെങ്കിലും രൂപാന്തരപ്പെടുത്തണം, എങ്ങനെയെങ്കിലും ശുദ്ധീകരിക്കണം, ഗോത്ര തലവനാക്കാൻ സ്വർഗത്തിലെ ദൈവം ഉദ്യമിക്കുകയാണ്, ശുദ്ധീകരണം കൊടുക്കുകയാണ്, രൂപാന്തരം കൊടുക്കുകയാണ്. ഇതാ മാത്രമല്ല, ഇതാ ഫറവോൻ ഇതാ സ്വന്തം മുമ്പിൽ, യാക്കോബിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. ഫറവോൻ മിസ്രയീം രാജാവിനെ ഇതാ അനുഗ്രഹിക്കുന്ന ഒരു യാക്കോബിനെയാണ് നാം കാണുന്നത്. സ്വന്തം മക്കളെ അവർക്ക് ഭാവിയിൽ വരുവാനുള്ളത് ഇതാ പ്രവചനാത്മകമായി പ്രവാചകനായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേലിനെയാണ്
ആ ഉൽപ്പത്തി പുസ്തകം അവസാനം കാണുന്നത് ദൈവമക്കളെ ശുദ്ധീകരണത്തിലേക്ക് വരികയാണ്, രൂപാന്തരത്തിലേക്ക് വരുത്തുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കടന്നു എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു രൂപാന്തരം തരണമേ, എനിക്കൊരു ശുദ്ധീകരണം തരണമേ. ഇനി എത്ര കാലം എൻ്റെ ജീവിതം മുമ്പോട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എത്ര നാള്, എത്ര നിമിഷം, എത്ര മിനിറ്റ് ഈ ഭൂമിയിൽ എനിക്ക് ആയുസ്സുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ ആയുസ്സിൻ്റെ ഓരോ നിമിഷവും എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം, എനിക്കൊരു കഴുകൽ പ്രാപിക്കണം. കർത്താവേ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്രമാത്രം ശുദ്ധീകരണം പ്രാപിക്കാമോ അത്രമാത്രം ശുദ്ധീകരണം പ്രാപിച്ച്, കഴുകൽ പ്രാപിച്ച് എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. ദൈവമക്കളെ, ആ സമർപ്പണവും പ്രാർത്ഥനയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം. ദൈവമക്കളെ, ഇവിടെ യാക്കോബിന് 35-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ യാക്കോബിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വേർതിരിവ്, വ്യക്തമായ ഒരു വേർതിരിവ്, പഴയ കാലവും ത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരധ്യായമാണ് ദൈവമക്കളെ ഈ 35-ാം അധ്യായം എന്ന് പറയുന്നത്. യാക്കോബിനോട് 3 കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെട്ടു. അവൻ വചനം കേട്ടു, അവൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. എന്താണ്? ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ യാക്കോബ് വിധേയപ്പെട്ടു. ദൈവമക്കളെ, ആത്മീകമായ ഉണർവിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനം കേട്ട് അതിന് കീഴ്പ്പെടുക, അതനുസരിക്കുക, അത് ചോദ്യം ചെയ്യാതെ, അതിനോട് മത്സരിക്കാതെ, മറുതലിക്കാതെ ആ വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്താൽ നമുക്ക് ഉണരാൻ സാധിക്കും, നമുക്ക് ഉണർവുണ്ടാവും. ദൈവമക്കളെ, നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടായ്മയെല്ലാം ഉണരും. വചനത്തിന് നാം വില കൊടുക്കണം. രണ്ടാമത് യാക്കോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചു, നീ ബേതേലിൽ ചെന്ന് പാർക്കുക, നിനക്കൊരു മടങ്ങിവരവിൻ്റെ ആവശ്യമുണ്ട്. നാളുകൾക്ക് മുമ്പ് നീ ബേതേലിൽ നീ ഒരു സമർപ്പണമെടുത്തത് ഓർക്കുന്നില്ലേ? നീ ഒരു സമർപ്പണമെടുത്തത്, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ്, നിത്യനായ ദൈവം നിന്നോട് ആദ്യമായിട്ട് വചനത്തിലൂടെ സംസാരിച്ചത് നീ ഓർക്കുന്നില്ലേ? നീ സമർപ്പണത്തിലേക്ക് മടങ്ങി വരിക. ദൈവമക്കളെ, പഴയ സമർപ്പണങ്ങൾ, നാം എടുത്ത സമർപ്പണത്തിലേക്ക് നാം മടങ്ങി വരിക. ആ സമർപ്പണം വീണ്ടും പുതുക്കുക. ആ സമർപ്പണത്തിലേക്ക് നാം മടങ്ങി വന്നാൽ നമുക്ക് ഉണർവുണ്ടാകും. മൂന്നാമത് ദൈവത്തിൻ്റെ നിത്യനായ ദൈവം അവനോട് കൽപ്പിച്ചു, നീ ഒരു യാഗപീഠം ഉണ്ടാക്കുക, നീ ഒരു യാഗപീഠം ഉണ്ടാക്കുക. ദൈവമക്കളെ, ഈ 3 കാര്യവും പറഞ്ഞപ്പോൾ യാക്കോബ് ഉടനെ തീരുമാനമെടുത്തു. ഇതാ എന്താ തീരുമാനമെടുത്തത്? അടുത്ത 2 കാര്യങ്ങൾ എല്ലാവരോടും, കുടുംബത്തിലുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും അന്യദൈവങ്ങളെ നീക്കിക്കളയുക. 4-മതായിട്ട് യാക്കോബ് തീരുമാനിച്ചത് അന്യദൈവങ്ങളെ നീക്കിക്കളയുക. 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. യാക്കോബിൻ്റെ ഇഷ്ടപ്രേയസിയായ റാഗേൽ ഒട്ടകക്കോപ്പിൻ്റെ ഉള്ളിൽ ഈ ഗ്രഹബിംബങ്ങളെല്ലാം ഇട്ട് ലാബാൻ വന്ന് കൂടാരം പരിശോധിക്കാൻ വന്നപ്പോൾ അതിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് ദൈവമക്കളെ വ്യാജഭാവത്തോടെ ഇരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റില്ല. അന്യ ദൈവങ്ങളെ ഈ ഒട്ടകക്കോപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് അവൾ അനങ്ങിയില്ല. എന്നാൽ ദൈവമക്കളെ, യാക്കോബ് തീരുമാനമെടുത്തപ്പോൾ, യാക്കോബ് സമർപ്പണമെടുത്തപ്പോൾ ഇപ്പോൾ നിർബന്ധിക്കേണ്ടി വന്നില്ല. ഒട്ടകക്കോപ്പിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റു. ഇതാ ഉള്ളിലിരിക്കുന്ന ഗ്രഹബിംബങ്ങളെല്ലാം ഇതാ അന്യ ദൈവങ്ങളെ പുറത്തേക്ക് എടുത്തു. ദൈവമക്കളെ, അവിടെ എന്താണ് ചെയ്തത്? തങ്ങളുടെ പക്കലുള്ള ദേവന്മാരെയും ഒക്കെയും കാതുകളുടെയും കുണുക്കുകളുടെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികിലുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു.
ദൈവമക്കളെ, എല്ലാം തുറന്നു. അവിടെ ഒന്നും മറച്ചു പിടിക്കുന്നില്ല. എല്ലാം തുറന്നു. ദൈവസന്നിധിയിൽ എല്ലാം തുറന്നു വയ്ക്കുകയാണ്. സകലതും എടുത്തു. അന്യ ദൈവങ്ങളെ എടുത്ത് ഇതാ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. കരുവേലകത്തിൻ്റെ കുഴിച്ചിട്ടു. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ജീവിതം പരിശോധിക്കണം ദൈവമക്കളെ. ഈ വചനം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ അന്യ ദൈവങ്ങളുണ്ടോ എന്ന്. നാം പുറമേ ഏതെങ്കിലും വിഗ്രഹത്തെ പോയി സേവിക്കുന്നവരല്ല, എന്നാൽ ഹൃദയത്തിൽ അന്യ ദൈവങ്ങളുണ്ടോ? ദൈവമിരിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് വേറെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? വേറെ എന്തിനെങ്കിലും സ്ഥാനമുണ്ടോ? സഹോദരി, നീ ചിന്തിക്കണം. സഹോദര, നീ ചിന്തിക്കണം. എൻ്റേതായ ജോലി സ്ഥലത്ത് യേശുവിന് എന്ത് സ്ഥാനമുണ്ട്? എൻ്റെ ജോലി സ്ഥലത്ത് നാം പല സ്ഥലങ്ങളിൽ, പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പല സ്ഥാപനങ്ങളിൽ നാം വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെ യേശുവിന് എന്താണ് സ്ഥാനമുള്ളത്? ഹല്ലേലൂയ. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സെൻറ്ററിൽ യേശുവിന് എന്താണ് സ്ഥാനം? എൻ്റെ കുടുംബത്തിൽ എന്താണ് യേശു ക്രിസ്തുവിന് സ്ഥാനമുള്ളത്? ദൈവമക്കളെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ക്രിസ്തുവിന് വല്ല സ്ഥാനവുമുണ്ടോ? അവിടെ ദൈവമക്കളെ, ഒരിക്കലും ക്രിസ്തു രണ്ടാമത്തെ സ്ഥാനത്തിരിക്കുന്നവനല്ല. അവന് ഒന്നാം സ്ഥാനം കൊടുത്താൽ മാത്രമേ അവൻ ഇരിക്കുകയുള്ളൂ. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഈ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരാണിരിക്കുന്നത്? ക്രിസ്തുവിന് വലിയ സ്ഥാനമുണ്ടോ? ക്രിസ്തുവിന് നമ്മിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് എന്താണ് സ്ഥാനമുള്ളത്? ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് ദൈവം വേണം. എല്ലാ കാര്യങ്ങളും നമ്മുടേതായ പദ്ധതി പ്രകാരം. അവസാനത്തെ വാക്ക് എൻ്റേതാണ്. കുടുംബത്തിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അവസാനത്തെ വാക്ക് എൻ്റേത്. വേറെ ആർക്കും സ്ഥാനമില്ല. എൻ്റെ വാക്ക്, എൻ്റെ ഇഷ്ടം, എൻ്റെ പദ്ധതി. ദൈവമക്കളെ, ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? ദൈവം വേണം, പക്ഷേ എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൈവമക്കളെ, ആ രീതി മാറിയിട്ട്, അതിൽ നിന്നെല്ലാം നാം മാറിയിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവെ, എൻ്റെ ഇഷ്ടമില്ല, എൻ്റെ താല്പര്യങ്ങളില്ല, എൻ്റെ ആഗ്രഹങ്ങളില്ല, എൻ്റെ ആത്മീകമില്ല, എൻ്റെ ശുശ്രൂഷകളില്ല, എല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു. കർത്താവെ യേശുവേ, നീ എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ, കർത്താവെ, നീ എന്നിൽ വാഴണമേ, നീ എന്നിൽ വാഴണമേ, രാജാവായി അങ്ങ് വാഴണമേ. നമ്മൾ പാടുന്നുണ്ട്, അങ്ങേ രാജാവേ, നീ വന്ന് വാഴണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. നീ രാജാതി രാജാവായി, കർത്താതി കർത്താവായി, എൻ്റെ സർവസ്വവുമായി നീ എന്നിൽ വാഴണം. കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ്. കർത്താവേ, എന്തെല്ലാം ഉണ്ടെങ്കിലും, മക്കളുണ്ടെങ്കിലും, കുടുംബമുണ്ടെങ്കിലും, ഹല്ലേലൂയ, സമ്പത്തുണ്ടെങ്കിലും, എല്ലാ സാഹചര്യങ്ങളും, പണമുണ്ടെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും, കർത്താവേ, ഇതെല്ലാം ശവക്കുഴിയിൽ തീരുന്നതാണ്. എന്നാൽ എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. യേശു എനിക്ക് മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ സമർപ്പണം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം എടുക്കും, എല്ലാം ഉള്ളിൽ നിന്ന് മാറ്റും, എല്ലാം പുറത്തേക്ക് എടുക്കും, അന്യദൈവങ്ങളെ എല്ലാം എടുക്കും. നമുക്ക് നമ്മുടെ സ്നേഹം, ഇന്ന് നാം കൊടുക്കുന്ന സ്നേഹവും ഇന്ന് നാം കൊടുക്കുന്ന മുൻഗണനകളും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം, ക്രിസ്തുവിന് മുൻഗണന. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒന്നും നാം മറച്ചു വെക്കരുത് ദൈവമക്കളെ. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുണ്ട്, ഗേഹസി എന്നാണ് പേര്. ഗേഹസി എലീശ പ്രവാചകൻ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? ഞാൻ എങ്ങും പോയില്ല. വ്യാജഭാവത്തോടെ, നുണ പറഞ്ഞുകൊണ്ട്, അസത്യം പറഞ്ഞുകൊണ്ട്, ഭോഷ്ക് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളി, 2 കൂട്ടം വസ്ത്രവും എടുത്തുകൊണ്ട് കൂടാരത്തിൽ ഒളിച്ച്, ഭവനത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇതാ പ്രവാചകൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മാന്യനായിട്ട് നിൽക്കുകയാണ്. ഒട്ടും കൂസാതെ, ഒട്ടും ഭീരുത്വമില്ലാതെ, ഒട്ടും ഭയമില്ലാതെ വന്ന് നിൽക്കുന്ന ഒരു ഗേഹസിയെ നാം കാണുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം. ഹല്ലേലൂയ.
എല്ലാം കണ്ട ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രവാചകൻ അവനോട് ചോദിച്ചു, ഇതെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ദൈവമക്കളെ. അതിൻ്റെ പരിണിത ഫലം എന്താണ്? മൂടിവെച്ചതിൻ്റെ പരിണിത ഫലം എന്താണ്? ഇതാ നയമാൻ്റെ കുഷ്ഠം അവനും അവൻ്റെ സന്തതിക്കും വന്നു കയറി. ദൈവമക്കളെ, ശാപം പറ്റി. ഹല്ലേലൂയ. ഇന്ന് ആ ശാപം നമുക്ക് സംഭവിക്കരുത്. നാം ഉള്ളതുപോലെ, ഹല്ലേലൂയ, നാം ഒന്നും അഭിനയിക്കേണ്ട ദൈവമക്കളെ. ഉള്ളതുപോലെ കർത്താവിൻ്റെ സന്നിധിയെല്ലാം തുറന്നു വയ്ക്കാം. എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കാം. കർത്താവേ, എന്നെ തന്നെ നിൻ്റെ സന്നിധിയിൽ തുറന്നു വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സ്നേഹങ്ങളും കർത്താവേ, മറ്റുള്ളതിനോടുള്ള ഈ ലോക സ്നേഹങ്ങളും കർത്താവേ എല്ലാം ഞാൻ മാറ്റുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണ്. കർത്താവേ, നീയാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. നിൻ്റെ തിരുരക്തമാണ് എനിക്ക് വേണ്ടി ഒഴുക്കി തന്നത്. കർത്താവേ, നിൻ്റെ പുത്രനെ നീ എനിക്ക് ദാനമായി തന്നല്ലോ. കർത്താവേ, ആ യേശുക്രിസ്തുവിനെ നിത്യനായ ദൈവം നമുക്ക് വേണ്ടി തന്നു. അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ദൈവമക്കളെ, ആ സ്നേഹം ഒന്ന് ഓർക്കുക. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ നിത്യനാശത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത്, നിത്യ നരകത്തിന് കർത്താവേ അവകാശിയാകേണ്ടത് സ്ഥാനത്ത് കർത്താവേ, നീ എനിക്ക് നിത്യ സ്വർഗം തന്നല്ലോ. നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്നല്ലോ. ആ തിരുരക്തത്തിൻ്റെ വിലയാണല്ലോ ഞങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. മറിഞ്ഞിരിക്കുന്ന സകല പാപങ്ങളും നിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. അവിടുത്തെ തിരുരക്തത്താ, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താ ഞങ്ങളെ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, എല്ലാം ഉപേക്ഷിച്ചിട്ട്, ഈ ലോകത്തെ തന്നെ ഉപേക്ഷിച്ച്, എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിച്ചിട്ട്, യേശുവിന് മുൻഗണന കൊടുത്തുകൊണ്ട്, യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ രക്ഷിതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഇനി മുതൽ നിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.